പുതിയ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ആർമോസിന് ആൻഡ്രോസിന് എന്തുണ്ടായിരുന്നില്ല? സ്കൂൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ചെയ്ത പറയാമോ? നീ നമ്മോട് ചോദിക്കണേ. നീ പറയണ്ടേ? ആൻഡ്രോസ് പറയും. നാളെ കല്യാണം ഉണ്ട്. സമ്മത കല്യാണമാണ്. കല്യാണം സമ്മതല്ല. ഇന്നത്തെ കാര്യം പറഞ്ഞാ പറയാനേ. ഇന്ന് എന്തെങ്കിലും ചെയ്താറിന് ആൻഡ്രോസ് പറയാം. ടി വി കണ്ടു. വേറെ എന്തെങ്കിലും ചെയ്താ? എന്നിട്ടാ കട്ടകളുണ്ട് കളിച്ചു. പിന്നെ ആൻഡ്രോസ് ഓറിയോ ബിസ്ക്കറ്റ് കഴിച്ചു. ആൻഡ്രോസ് അടിച്ചു വരിക എവിടെ? ആൻഡ്രോസ് ഒരു കുടുംബിനെ മാറിയില്ല. ബാക്കിയുള്ള അമ്മ അടിച്ചു വരിക. ആൻഡ്രോസ് കുറച്ച് അടിച്ചു വരില്ലേ? ആൻഡ്രോസ് അടിപൊളിയായിട്ട് അടിച്ചു വരി എന്നാണ് പറയണത് ഗൈസ്. രണ്ട് റൂം അടിച്ചു വരില്ലേ? ആൻഡ്രോസ് ഒരു സംഭവമാണെന്നാണ് പറയണത് ഗൈസ്. ഇവിടെ അർണോസ് കണ്ടില്ലേ? അർണോസിന്റെ പനി മുഴുവനായിട്ട് മാറിയിട്ടില്ല ഗൈസ്. ഇപ്പോഴും പനിയിൽ തന്നെയാണ്. ഇത് കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു ബൊമ്മ കുട്ടി കൈ അടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻസ് കൂടും അർണോസിന്റെ. അർണോസിന്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. അർണോസിന്റെ മുടി വെട്ടി ഗൈസ്. അർണോസിന്റെ മുടി വെട്ടി. ഇവിടെ വന്നേ ചുറ്റുപാട് കാണിച്ചോട്ടാ. എങ്ങനെയുണ്ട് നോക്കൂ ഗൈസ്. തിരിയൂ. വാവ്. ആരെ വെട്ടിന്ന് പറ. വാവ്. പപ്പ വെട്ടിയതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഓക്കെ. പിന്നെ ഇനി അമ്മയുടെ അടുത്തേക്ക് പോകാം. അമ്മ പറയൂ. അമ്മയുടെ വിശേഷങ്ങൾ പറയൂ. അമ്മയ്ക്ക് വിശേഷം ഒന്നുമില്ല ഗൈസ്. അമ്മ ഇന്ന് ഡോക്ടറെ കാണാനുള്ള പരിപാടിയായിരുന്നു ഗൈസ്. മുടി ചെയ്തിരിക്കുമ്പോൾ മുടി ഇങ്ങനെ ഒഴുകി പോവാന്നാണ് പറയും ഗൈസ്. ആ മുടി അവിടെ കിടക്കണ്ട. അയ്യോ കഷ്ടമായി പോയി. ഒരുപാട് മുടി കൊഴിഞ്ഞു പോവാണെന്നാണ് പറയും ഗൈസ്. അത് കാരണം ഞങ്ങൾ സൂപ്പർ ഹിറ്റായിട്ട് മുടിയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാണ് ഗൈസ്. ഇനി പോയി കഴിഞ്ഞാൽ വീഡിയോ നോക്കിയിരിക്കാമല്ലോ. അതാണ് ഞങ്ങളുടെ പ്ലാൻ ഗൈസ്. പിന്നെ നമ്മുടെ ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത് എവിടെയാണ്? വയനാട്ടിലത്തെ വിശേഷം പറയും. വയനാട്ടിൽ എന്ത് ശേഷം 4 പേരെ ജീവനോടെ കിട്ടി. 4 ദിവസത്തിന് ശേഷം 4 പേരെ ജീവനോട് കിട്ടി. അവർ ചെറിയ ഏതാണ്ട് നിർത്താനുള്ള പരിപാടിക്കായിരുന്നു. അപ്പോഴാണ് 4 ജീവനെ കിട്ടിയത്. എന്നിപ്പോ പറയണ്ട് അവിടെ മുകളിൽ ജീവന്റെ തുടിപ്പ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആൾക്കാർ അവിടെ ജീവനോടെ കിട്ടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ പറഞ്ഞാൽ വയനാട്ടിലേക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സഹായിക്കണവർ നേരിട്ട് എത്തിക്കാനാണ് അവർ പറയണത്. അപ്പോൾ പലപ്പോഴും സഹായം അവിടെ എത്തണില്ല എന്നാണ് പറയണത്. പല നേതാക്കന്മാരുടെ കയ്യിലേക്കും സംഘടനാ നേതാക്കളുടെ കയ്യിലേക്കൊക്കെയാണ് പോകണമെന്നാണ് പറയണത്. അവർ പുതിയ കാർ മേടിക്കും വീട് വയ്ക്കലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പറയണം. അവിടെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയെക്കാട്ടും കൂടുതൽ സാധനങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. പൈസയെക്കാട്ടും കൂടുതൽ സാധനങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും സാധനങ്ങളായിട്ട് കൊടുക്കും. പിന്നെ ഇപ്പൊ മെഡിക്കലിനായിട്ട് കുറെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആശുപത്രിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പൊ എത്തിന്ന് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പോയിട്ട് വെറുതെ ചിലരൊക്കെ ബാക്കിയുള്ളവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് പഴയ ഡ്രസ്സുകളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഴയ ഡ്രസ്സുകളൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് ഡ്രസ്സുകൾ എങ്ങനെയാലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള വസ്ത്രങ്ങളെ ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടും ചിലപ്പോൾ സ്റ്റാൻഡേർഡായി ജീവിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ഉൾപ്പെടലിൽ പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പഴയ ഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പാവങ്ങളായി തന്നെ അവർക്ക് ഈ പഴയ ഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരൊക്കെ അറിയിക്കുക. പരമാവധി പുതിയ ഡ്രസ്സിനെ എന്ത് ചെയ്യുക, കൊടുക്കുക. അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തുനിന്നും സെറ്റായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫിലോക്കാലി എന്ന് പറഞ്ഞ ടീം ഒരു
100 വീടുകളൊക്കെ വെച്ചു കൊടുക്കാൻ തീരുമാനമുണ്ട്. അപ്പോൾ ഫിലോകാലിയുടെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. 100 വീടുകൾ എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയില്ല. അപ്പോൾ അവർ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഫണ്ട് കിട്ടുകയാണെങ്കിൽ അവർ ചിലപ്പോൾ 100 വീടുകൾ ചിലപ്പോൾ കൂട്ടും. ഓക്കെ, അപ്പോൾ പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കേസ് അറിയാലോ, നമ്മുടെ തലയ്ക്ക് ഭാഗം നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുതിയ ഡാമൊന്നും പണിയാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ മലയോര മേഖലകളിൽ 24 മണിക്കൂറിനെക്കാട്ടും കൂടുതൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം ഇറങ്ങിയിട്ട് ഭൂമിയിൽ വെള്ളം ഇറങ്ങിയിട്ട് മണ്ണ് പെട്ടെന്ന് ഒലിച്ചു വീഴാനുള്ള സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ലാൻഡ്സ്കേപ്പ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ഡിഗ്രിയെക്കാട്ടും കൂടുതൽ ചെരിവ്, അതുപോലെ അവിടെ നിർത്താണ്ട് മഴ പെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം എപ്പോഴാണെങ്കിലും പൊട്ടാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയങ്കര വെള്ളത്തിൽ ചോർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ലൈഫ് അടിച്ചു പൊളിക്കുക. ഏത് സമയം നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മൾ ദുരിതത്തിലാക്കപ്പെട്ടേക്കാം. അപ്പോൾ അതിനെക്കാട്ടും മുമ്പ് ലൈഫ് പരമാവധി എൻജോയ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇത്രയും പറയുന്നത് ഇന്നത്തെ വീഡിയോകളൊക്കെ അവിടെ അവസാനിക്കുകയാണ്. ബൈ പറയടാ. ഞാൻ കളിയിലാണ്, അവരെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോൺ വെച്ചിട്ടുള്ള കളിയാണ് ഗൈസ്. ബൈ പറയാ. അർണസിന്റെ കളിയുടെ കൂടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. കമന്റ് ചെയ്യുക. ബൈ. മതി, കുറേ ബൈ.